കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ PSC പഠനമൊക്കെ സാധ്യമാണോ? ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, ഇത് സാധിക്കില്ല എന്നൊക്കെയാണ് ചിലരൊക്കെ പറയാ. നമ്മൾ നേടണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഹായ്, എൻ്റെ പേര് ആദിത്യ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. കേരള PSCയുടെ LGS റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരു മോളുണ്ടായതിനു ശേഷമാണ് ഞാൻ PSCക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് ചിന്തിച്ചു തുടങ്ങുന്നത്. ഇതിനെൻ്റെ വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്നെ കാലിക്കറ്റ് വരാന്ത റേസ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പുതിയ മെത്തേഡ് പ്രിപ്പറേഷനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് ഉച്ചവരെ ക്ലാസ് ആയിരിക്കും, ഓരോ സബ്ജക്റ്റിൻ്റെ ക്ലാസ്. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളെ ഓരോ സർക്കിളായിട്ട് ഇരുത്തിയിട്ട് എന്താണോ ഉച്ചവരെ പഠിച്ചത് അത് പഠിപ്പിക്കുക എന്നുള്ള രീതിയാണ്. എനിക്ക് കുഞ്ഞുള്ളത് കാരണം ഒരുപാട് സമയമൊന്നും പ്രിപ്പറേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും അമ്മയും അച്ഛനും എല്ലാവരും വളരെ സപ്പോർട്ട് ആയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയത്. അവർ എനിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുമായിരുന്നു. കുഞ്ഞിനെ നോക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, എനിക്ക് ടൈം ലിമിറ്റ് ആയതുകൊണ്ട് ഒരുപാട് വൈഡായിട്ട് പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും സാധിക്കായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് SCRT ടെക്സ്റ്റ് ബുക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് കൂടുതൽ റാങ്ക് ഫയലിലേക്ക് ഡീപ്പായിട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷും മാത്സും മലയാളവും നന്നായിട്ട് സ്ട്രോങ് ആക്കി. അതിൻ്റെ കൂടെ SCRTയുമാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. റേസിന് പ്രൊവൈഡ് ചെയ്തിരുന്ന മെറ്റീരിയൽസ് ഒക്കെ SCRT ബേസ്ഡ് ആയിരുന്നു. ഇവിടുത്തെ ക്ലാസ്സുകൾ SCRT ബേസ് ചെയ്തിട്ടാണ്. അതെന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പേരും വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ PSC പഠനമൊക്കെ സാധ്യമാണോ? അല്ലെങ്കിൽ തന്നെ എല്ലാവരും പറയുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അങ്ങനെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, ഇത് സാധിക്കില്ല എന്നൊക്കെയാണ് ചിലരൊക്കെ പറയാ. അപ്പം അങ്ങനെയൊന്നുമല്ല, നമ്മൾ നേടണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിന് നമ്മളെ വീട്ടുകാരെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. എനിക്കതുണ്ടായിരുന്നു. ഈ റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ എന്നെപ്പോലെ തന്നെ അവരും വളരെ ഹാപ്പി ആയിരുന്നു. നമ്മൾ എത്ര ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവാതെ പോവില്ല ഒരിക്കലും. അങ്ങനെ നമുക്ക് റിസൾട്ട് ഉണ്ടാവുമ്പോഴാണ് അവിടെ സന്തോഷം ഉണ്ടാവുന്നത്. ഇതുവരെയുള്ള പ്രിപ്പറേഷൻ അത്ര ഈസി അല്ല. ഞാൻ ഇവിടെ 9 മുതൽ 4:30 വരെയാണ് റേസിൽ ക്ലാസ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെയും നമ്മളെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് വീണ്ടും എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ കിട്ടുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് വളരെ ഹാപ്പിയായി. അമ്മയുടെ അച്ഛൻ്റെ അടുത്താണ് ആദ്യം വിളിച്ചു പറഞ്ഞത്. നിലവിൽ PSCക്ക് എല്ലാ എക്സാമുകൾക്കും വ്യക്തമായ ഒരു സിലബസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ LGS എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസ് പ്രിൻ്റ് ഔട്ട് ചെയ്ത് എൻ്റെ കയ്യിൽ വെച്ചു. എന്നിട്ട് ആ സിലബസ് അനുസരിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അല്ലാതെ എല്ലാം കൂടെ വാരി വലിച്ച് പഠിച്ചിട്ടില്ല. എങ്ങനെയാണോ ഡീപ്പായിട്ട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതല്ല, സിലബസിനനുസരിച്ച് പരത്തി വായിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അതേപോലെ തന്നെ റിപ്പീറ്റേഷനാണ് രണ്ടാമത്തെ കാര്യം. ഒരു പോർഷൻ ഒരു തവണ വായിച്ച് 2 തവണ വായിച്ചാലും നമുക്ക് പിന്നെ അത് മറന്നുപോകും. എക്സാം ഹാളിൽ ഞാൻ പഠിച്ചത് മറന്നുപോവില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു. മാത്സും ഇംഗ്ലീഷും മലയാളവും തീർച്ചയായിട്ടും സ്ട്രോങ് ആക്കാൻ വേണം. 3 വർഷം കൊണ്ടാണ് PSC ഒരുപാട് മാറിയത്. ആ 3 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്തു. PSC ബുള്ളറ്റിന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജീവിതത്തിൽ നേടാൻ സാധിക്കുമെന്ന് സംശയം ഉണ്ടായിരുന്ന ഒരു അച്ചീവ്മെൻറ്റ് നേടാൻ എന്നെ ഒരുപാട് സഹായിച്ച വരാന്ത റേസിനും റേസ് ഫാമിലിക്കും ഒരുപാട് നന്ദി.